മാർപ്പാപ്പ പറഞ്ഞ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതേ സമയത്ത് വൈദികരുടെ സഹകരണം വേണം. പിന്നെ കുർബാന ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ ദൈവജനത്തിൻ്റെ മുഴുവൻ ആത്മാരുടെയും സന്യസ്തരുടെയും എല്ലാവരുടെയും സഹകരണം. അപ്പോൾ കുർബാന ആയതുകൊണ്ട് വൈദികരുടെ സഹകരണം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ ഇത് എന്നോട് എങ്ങനെയാണ് ചെയ്യേണ്ടതിനൊക്കെ ആവശ്യമായിട്ടുള്ള സാവകാശങ്ങളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, മാർപ്പാപ്പ പറഞ്ഞത് വിട്ട് ഞാൻ ചെയ്യില്ല. നിങ്ങളോട് മാത്രമല്ല, എന്നെ കാണാൻ വന്നിട്ടുള്ള എല്ലാതരം ഗ്രൂപ്പുകാരും സിനഡില് അവരെന്നോട് നിർബന്ധം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു വിട്ട് ഒന്നും ചെയ്യരുതെന്ന് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. ഞാനത് കടപ്പെട്ടവനാണെന്ന് സിനഡിലും പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങളിൽ ചില സാവകാശങ്ങളുണ്ടാകും. മനസ്സിലായോ? ഈ എന്നോട് നിർബന്ധമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കൽപ്പിച്ചത് അത് സിനഡിൻ്റെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് കൽപ്പിച്ചത്. കാരണം കാരണം ഇവിടെ നിന്നെല്ലാം പബ്ലിക് അങ്ങോട്ട് കൊണ്ടുപോയി, പബ്ലിക് നോക്കുമ്പോൾ അതിന് തീരുമാനം വന്നു. അപ്പോൾ അതുകൊണ്ട് അത് നടപ്പിലാക്കുമ്പോൾ ഉള്ള സാവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ക്ലിയറായല്ലോ? ചില കാര്യങ്ങൾക്ക് ചില സാവകാശം വേണം, വൈദികരുടെ സഹകരണം വേണം. അതിനുവേണ്ടി ഞാൻ വൈദികരെ കണ്ടുകൊണ്ടിരിക്കുന്നു പോയിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ കടമെടുക്കും. നമുക്ക് മാർപ്പാപ്പയോടൊപ്പം നിൽക്കണം, സഭയോടൊപ്പം നിൽക്കണം. സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വികാരിച്ചമാരുണ്ട്, സന്യസ്തരുണ്ട്, അതിപ്പോൾ കൈക്കാരന്മാരുണ്ട്, എല്ലാവരോടും ഒപ്പം നിൽക്കണം. അപ്പം അതുകൊണ്ട് ഈ സഭയുടെ പൊതു തീരുമാനത്തിൽ നിന്ന് വിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വാക്കിലെല്ലാം ഉണ്ട്, ഞാൻ പറഞ്ഞ ഈ വാക്കിലെല്ലാം ഉണ്ട്. അതേ സമയത്ത് അത് ചെയ്യുമ്പോൾ ആവശ്യമായൊരു സാവകാശം പറഞ്ഞ് മനസ്സിലായല്ലോ, അത് ഫ്രാൻസിസ് അത് മാത്രമേ ഞാനിപ്പോൾ അന്വേഷിക്കുന്നുള്ളൂ. ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എല്ലാം ഈ സാവകാശത്തിൻ്റെ എല്ലാം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഏതായാലും തീരുമാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരികളും പറഞ്ഞു, ഇനി മറിച്ച് എന്നോട് പറഞ്ഞാൽ മറിച്ചിരിക്കും.